ഹലോ, അപ്പോഴേ ഗസ്റ്റിനൊക്കെ ഞെട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി ഡെസേർട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ വീട്ടിൽ സാധാരണ ഉണ്ടാകുന്ന കുറച്ച് ഐറ്റംസ് മതി, വളരെ ചെറിയ കോസ്റ്റിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് പാല് ചൂടാക്കിയെടുക്കുക. അതിലേക്ക് പിന്നെ നമ്മൾ എടുക്കുന്നത് കസ്റ്റാർഡ് പൗഡർ കേട്ടോ. നിങ്ങളുടെ കയ്യിൽ കസ്റ്റാർഡ് പൗഡർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന് പകരം കോൺഫ്ലോർ എടുക്കാം. അപ്പോൾ അതൊരു 3-4 ടീസ്പൂൺ എടുത്തിട്ട് കുറച്ച് പാലിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി കോൺഫ്ലോർ ആണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് വേണമെങ്കിൽ വെനില എസൻസോ അല്ലെങ്കിൽ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക പൊടിച്ചതോ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കസ്റ്റാർഡ് ആയതുകൊണ്ട് അതിന് ഓൾറെഡി ഒരു എന്താ പറയുക, ഒരു ഫ്ലേവർ ഉള്ളതുകൊണ്ട് വേറെ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ അത് കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, പാലൊരിക്കലും തിളയ്ക്കാൻ വേണ്ടി സമ്മതിക്കരുത്. തിളയ്ക്കുന്നതിൻ്റെ തൊട്ട് മുൻപുള്ള ആ ഒരു പരുവുണ്ടല്ലോ, അതാണ് വേണ്ടത്. അപ്പോൾ ഓക്കെ, നമ്മുടെ കസ്റ്റാർഡൊക്കെ നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് പാലിലേക്ക് അത് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇത് ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വരും കേട്ടോ. ഇനിയിപ്പോൾ കോൺഫ്ലോർ ആണെങ്കിലും കസ്റ്റാർഡ് ആണെങ്കിലും ഒക്കെ പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വരും. അപ്പോൾ ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡോ ഷുഗറോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ രണ്ടും ചേർക്കുന്നില്ല, കാരണം ആവശ്യത്തിനും അതിലധികം നമുക്ക് മധുരം ഓൾറെഡി ഉണ്ടാവും. അപ്പോൾ ഞാൻ എന്തായാലും രണ്ടും ചേർക്കുന്നില്ല. അപ്പോൾ പിന്നെ എടുക്കേണ്ടത് നമുക്ക് കയ്യിലുള്ള കുറച്ച് ഫ്രൂട്ട്സാണ്. ഞാൻ കുറച്ച് ആപ്പിൾസ് എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ചെറിയ ചെറിയ ക്യൂബ്സാക്കി കട്ട് ചെയ്താട്ടോ. പിന്നെ കുറച്ച് പൊമഗ്രനേറ്റ് എടുക്കുന്നുണ്ട്, മാംഗോസ് എടുക്കുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ കുറച്ച് ബനാനയും ഗ്രേപ്സും ഡേറ്റ്സും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്രത്തോളം ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഒന്നിനും ഒരു കുറവും വരുത്തണ്ട, മാക്സിമം ഉപയോഗിച്ച്. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ കയ്യിൽ നല്ല പഴുത്ത ഡേറ്റ്സ് ഇല്ലാത്തതുകൊണ്ട് പച്ചയാണ് എടുക്കുന്നത്. ഇപ്പോൾ സാധാരണ നല്ല പഴുത്ത നോർമൽ ഡേറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മധുരം തീരെ ചേർക്കേണ്ട, കാരണം ഇതിൻ്റെയൊക്കെ മധുരം ഓൾറെഡി അതിലേക്ക് നന്നായിട്ട് ഇറങ്ങി വരും. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കസ്റ്റാർഡിൻ്റെ ആ ഒരു മിക്സിങ്, നിങ്ങൾ കോൺഫ്ലോർ മിക്സിങ് ആണ് എടുക്കുന്നുണ്ടെങ്കിൽ അതെടുക്കാം. അപ്പോൾ അത് നമ്മുടെ ഫ്രൂട്ട്സിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ പിന്നെ ഓൾറെഡി വേറൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കുന്ന മുൻപായിട്ട് ഞാൻ കുറച്ച് സാഗോ റൈസ്, അഥവാ നമ്മുടെ സാബുനരി ചവരി എന്നൊക്കെ പറയുന്ന ഐറ്റം ഉണ്ടല്ലോ, അത് നല്ലപോലെ ഒന്ന് വേവിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് വരുന്നത്. പിന്നെ നമ്മൾ കഴിക്കുന്ന സമയത്തും അടിപൊളിയായിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു ഓവർനൈറ്റ് ഫുള്ള് വെക്കാം, അല്ലെങ്കിൽ ഒരു ദിവസം ഫുള്ള് വെക്കാം. മാക്സിമം 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഫ്രീസറിൽ വെക്കാതെ കേട്ടോ, അതായിരിക്കും ഏറ്റവും നന്നാവുക.